നമ്മൾ ഈ ഭക്ഷണമൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വിശന്നിരിക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. അത്തരത്തിൽ ആലോചിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ അങ്ങനെ ഒരാളുണ്ട് കാസർഗോഡ് കേട്ടോ. പണമില്ലാത്തവർക്ക് ഭക്ഷണം സൗജന്യമായി നൽകുന്ന നീലേശ്വരത്തെ പ്രകാശേട്ടൻ. പരിപ്പുവട കൊണ്ട് മാത്രം പേരെടുത്ത നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട പ്രകാശേട്ടന്റെ പരിപ്പുവട വിഭവശാലയൊന്ന് കണ്ടുവരും. ഒരു ബോർഡാണ് ഇവിടുത്തെ തരം. ഏത് ബോർഡ് എന്ത് ബോർഡ് എന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരിക്കും അല്ലേ? കയറി നോക്കാം. ചേട്ടാ, എൻ്റെ പേഴ്സ് കളഞ്ഞു പോയി. എൻ്റെ അടുത്ത് ക്യാഷ് ഇല്ല. അപ്പോൾ വിളിച്ചിട്ടാരും കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ? എന്തായാലും മതി കഴിക്കാൻ. പ്രകാശേട്ടൻ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഞാൻ ആ പെട്ടിക്കടയിൽ നിന്ന് തുടങ്ങിയതാണ്, ചെറിയ ഷോപ്പായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അന്നേരം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പരസ്യമാക്കിയിട്ട് ഇപ്പോൾ ഒരു മാസം 1-2 മാസമായിട്ട് ഇങ്ങനെ ബോർഡ് വെച്ചിട്ട്. മുമ്പേ നമ്മുടെ വ്യാപാര വ്യവസായ ഒരു സമയത്തിലെ ഒരു പാതയെന്ന് പറഞ്ഞ ഒരു ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു. അത് കോവിഡിൻ്റെ സമയത്ത് നിന്നു. അത് ചില ആൾക്കാർ ദുരുപയോഗം ചെയ്തു. ദുരുപയോഗം ചെയ്യാത്ത ആൾക്കാരാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ അത് അവർക്ക് കൊടുത്തേക്കാവില്ല ഒരു മനസ്സിൽ ചിന്ത വന്നു. പ്രയാസമുള്ള ആൾക്കാർക്കൊക്കെ അദ്ദേഹം നേരത്തെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് തന്നെ. അപ്പോൾ അത് കുറച്ചും കൂടെ വിപുലമായിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു പബ്ലിസിറ്റി ഒക്കെ കൊടുത്ത് ചെയ്യുന്നത് ബാക്കിയുള്ള ഷോപ്പുകാർക്കൊക്കെ ഒരു പ്രചോദനം തന്നെയാണ്. സ്കൂൾ കുട്ടികളെ കഴിക്കാൻ വന്നാൽ പൈസ ഇല്ലെങ്കിലും വാങ്ങിക്കാറില്ല, ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കഴിച്ചിട്ട് പോകുന്ന പരിപാടിയാണുള്ളത്. അത് വളരെ സന്തോഷത്തോടെ പ്രകാശേട്ടൻ കുട്ടികൾക്കും അതുപോലെ സാധാരണക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഇവിടെ നിന്ന് വന്ന് കഴിച്ചു പോകാറുണ്ട്. ആരും വിശന്നിരിക്കരുത് എന്ന ചിന്തയിൽ നിന്നാണ് പ്രകാശേട്ടൻ ഇത്തരത്തിലൊരു സംരംഭകത്തിലേക്ക് എത്തിച്ചേർന്നത്. ഒപ്പം ഈ നാടിന്റെ പൂർണ്ണ ജനപിന്തുണയുമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.